സജിത്ത്, പാലക്കാട് വലിയ തോതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിക്ടോറിയ കോളേജിന് മുൻപിലാണ്. ഇവിടെ BJP പ്രതിഷേധമാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു വലിയ ക്യാൻവാസിൽ ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം കോഴിയുടെ രൂപത്തിലുള്ള ഒരു ചിത്രം വരച്ച് ഹൂ കേഴ്സ് എന്ന് കോഴിയുടെ അക്ഷരങ്ങളിൽ കോഴിയുടെ ചിത്രം വരുന്ന തരത്തിൽ എഴുതി അവരുടെ ആ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വലിയ തോതിൽ തന്നെ ഇവിടെ പ്രവർത്തകരും എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. BJP പ്രവർത്തകരാണ് ഇപ്പോൾ ഈ വിക്ടോറിയ കോളേജിന് മുമ്പിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്താണ് നിങ്ങളെ പ്രതിഷേധം? തുടർച്ചയായി ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ഒരു ലൈംഗിക വികൃത മനസ്സുള്ള ഒരു ജനപ്രതിനിധിയാണ് പാലക്കാടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഓരോ ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും അദ്ദേഹം പൊതുസമൂഹത്തോട് വളരെ ധിക്കാരത്തോടു കൂടി ചോദിക്കുന്നത് ഹൂ കെയേഴ്സ് എന്നാണ്. തീർച്ചയായും ഇവിടുത്തെ സഹോദരിമാരുടെ മാനം ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ കെയർ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. വി കെയേഴ്സ്, ഈ സൊസൈറ്റി ഇവിടുത്തെ സഹോദരിമാരുടെ അഭിമാനം കാക്കാൻ ഈ രംഗത്തുണ്ട്. ജനങ്ങളാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം പ്രതികരിക്കും, യുവസമൂഹം പ്രതികരിക്കും. അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറിലുണ്ടാവും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ ഞങ്ങളിവിടെ ക്യാൻവാസിൽ പ്രതിഷേധം എഴുതിയിട്ടാണോ? പ്രതിഷേധം എഴുതിയും വരച്ചുമെല്ലാം പൊതുസമൂഹം പ്രതികരിക്കും. ഇവിടെ ഇതിന്റെ സൂചന ആയിരിക്കും ഇപ്പോൾ വെച്ച ചിത്രങ്ങളും. അതെ, അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. ഹൂ കെയേഴ്സ് എന്ന ചോദ്യമാണ് MLA ഉയർത്തിയിട്ടുള്ളത്. അതിനുള്ള മറുപടി പൊതുസമൂഹം നൽകും. തീർച്ചയായും വലിയൊരു പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പൊതുജനങ്ങൾ വലിയ അമർഷത്തിലാണ്. ഒരു ജനപ്രതിനിധി അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്നും ഒരു കെയറുമില്ല. അത് സംഘടനാ ചുമതലയാണ്. അദ്ദേഹം ആദ്യം രാജിവെക്കേണ്ടിയിരുന്നത് ജനപ്രതിനിധി എന്ന MLA സ്ഥാനമാണ് രാജിവെക്കേണ്ടിയിരുന്നത്. അത് വയ്ക്കാതെ വേറെ പ്രഹസനങ്ങൾ കൊണ്ടൊന്നും സമൂഹം തൃപ്തിയടയില്ല. MLA എന്ന രീതിയിൽ പാലക്കാടിലെ ഒരു പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുക്കാൻ BJP അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ശക്തമായിട്ടുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ? എങ്ങനെയാണ് ഇതിൽ? സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ഒരു MLA ഞങ്ങൾക്ക് വേണ്ട. എന്തായാലും MLA മാറുന്നത് വരെ സ്ത്രീകൾ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് പോകുമോ? തീർച്ചയായിട്ടും. സ്ത്രീകൾക്കൊരു സുരക്ഷയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഇപ്പോൾ നമ്മുടെ MLA കൂടെ എങ്ങനെ ഒരു കേസിൽപ്പെട്ട് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിത ഇല്ലാത്തൊരു രീതിയിൽ പോകുന്ന ഈ ഒരു പ്രവണത ശരിയല്ല. അപ്പോൾ ശക്തമായി തന്നെ സ്ത്രീകൾ ഇതിനോട് പ്രതികരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഈ നമ്മൾ പുറകിൽ കാണുന്ന ഈ ക്യാൻവാസാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഒരു ഇടം. ഇവിടെ എഴുതിയും ചിത്രം വരച്ചും മുദ്രാവാക്യങ്ങൾ എഴുതിയും ഒക്കെയാണ് വേറിട്ട തരത്തിലുള്ള പ്രതിഷേധമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. നമുക്ക് ഇവിടെ വിക്ടോറിയ കോളേജിന് മുൻപിൽ ഇന്നലെ SFI സ്ഥാപിച്ച ഒരു ഫ്ലക്സ് കൂടി കാണാം. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നത് വെട്ടിയിട്ട് മാങ്കൂട്ടമുണ്ട് ക്യാമ്പസിലെ പെൺകുട്ടികൾ സൂക്ഷിക്കുക എന്ന് എഴുതി രാഹുൽ മാങ്കൂട്ടത്തിലൊരു നീല സ്യൂട്ട് കേസ് തലയിലെടുത്ത് നടന്നു പോകുന്നതിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രം അല്ലെങ്കിൽ ചിത്രം, ഗ്രാഫിക്കൽ ചിത്രം, അത് ഫ്ലക്സായിട്ട് ഇവിടെ കെട്ടി SFIയുടെ പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഓരോ തരത്തിലും ഓരോ മേഖലയിലും ഉയരുന്നു എന്നുള്ളതാണ് പാലക്കാടിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പല തരത്തിലുള്ള പരിപാടികൾ, നേരത്തെ ബസ് ടെർമിനലിൻ്റെ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തീരുമാനിച്ചത്, അതൊന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുനിൽക്കും. ഒരു തരത്തിലും സർക്കാരിൻ്റെ പരിപാടികളിൽ നഗരസഭയുടെ പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കരുതെന്ന് BJP നേതൃത്വം നൽകുന്ന നഗരസഭ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന കാരണം പറഞ്ഞാണ് അവർ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം ഒരു തരത്തിലും രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഈ DYFIയും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ കളമൊരുങ്ങുകയാണ് ഇവിടെ ഈ പാലക്കാട്. ഇടതുപക്ഷവും BJPയും ഒരുപോലെ തന്നെ ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രതിഷേധത്തിന് തുടക്കം മാത്രമാണോ അല്ലേ? ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൻ്റെ തുടക്കം മാത്രമാണ്. പാലക്കാട് ജില്ലയിൽ വന്നുകൊണ്ട് പല ആളുകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ജയം സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ പാലക്കാടിലെ തന്നെ എല്ലാ വനിതകളെയും നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു MLA ആണ് ഇപ്പോൾ പാലക്കാടിന് ലഭിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ MLA പാലക്കാട് തുടരണോ എന്നുള്ളത് തന്നെയാണ് ഇവിടെ ജനം വിലയിരുത്തുന്നത്. ഇവിടെ പാർട്ടി നേതൃത്വ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് കൊണ്ട് ജനങ്ങൾ അതിൽ തൃപ്തരല്ല. പൊതുജനം പറയുന്നത് ഇതിൽ സ്വഭാവ ദൂഷ്യമുള്ള ഇത്തരത്തിലുള്ള MLA ഇനി പാലക്കാടിന് വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ മുതൽ പല സമരങ്ങളും, മഹിളാ മോർച്ചയുടെ സമരമുണ്ടായിരുന്നു, യുവ മോർച്ചയുടെ സമരമുണ്ടായിരുന്നു,
അതുപോലെ തന്നെ പല വിവിധ സംഘടനകളുടെയും സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇവിടെ ക്യാമ്പസിലെ വിദ്യാർത്ഥിനികളാണ് അവരുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നത്. കോളേജിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ യൂണിയനുള്ള വിദ്യാർത്ഥികളും ഒന്നടങ്കം വന്ന് ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വി ഹെയ്റ്റ് രാഹുൽ എന്ന ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുറത്തു പറയാൻ മടിയുള്ള ആളുകൾക്ക് പോലും വന്ന് എഴുതി വെച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ രാഹുലിനെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണോ ബി ജെ പി? രാഹുലിനെ ഒരു പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ MLA എന്നുള്ള സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഒരു പൊതുപരിപാടിയിലും അഭിസംബോധന ചെയ്യാൻ പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെ ഇന്നലെ മണ്ഡലം അധ്യക്ഷൻ അതിൻ്റെ പ്രസ്താവന നൽകിയുണ്ടായി. തുടർന്ന് ഇന്ന് വൈകുന്നേരം തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്തുന്നുണ്ട്. അദ്ദേഹം എത്തുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പറയാനുള്ളത് മാന്യമായി ഇനിയെങ്കിലും മുഖം സംരക്ഷിക്കണമെങ്കിൽ പാലക്കാട് ജനതയുടെ മുമ്പിൽ വരാതിരിക്കുന്നത് തന്നെയാണ്. അതിശക്തമായ രീതിയിൽ പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഇന്ന് തന്നെ എതിർക്കുമെന്ന് ഇന്നലെ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ സമരപരിപാടികളുമായി അനുമോദ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം, ഏറ്റവും ശക്തമായ പ്രതിഷേധം അവിടെ പാലക്കാട് നടക്കുകയാണ്. രാഹുൽ എവിടെയാണ് ഇപ്പോഴുള്ളത്? രാഹുലിൻ്റെ വീടിനൊക്കെ വലിയ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൽ രാഹുലുണ്ടോ അതോ മണ്ഡലത്തിന് പുറത്താണോ? എന്താണ് രാഹുലിൻ്റെ നീക്കം? രാഹുലിന് ഈ മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഇടതുപക്ഷവും BJP ഇവിടെ ഉള്ളത്. വലിയ തോതിൽ തന്നെ പ്രതിഷേധം നടക്കുന്ന രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ MP VK ശ്രീകണ്ഠനോട് നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തോട് രാഹുൽ വരുമോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങൾ ഒന്ന് തണുക്കുന്നതുവരെ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇന്ന് നഗരസഭയുടെ നേതൃത്വം നടക്കുന്ന പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുക്കരുത് എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ വിവാദങ്ങൾ തണുക്കുന്നതുവരെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരത്തിൽ ഇനി പൊതുപരിപാടികളിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തന്നെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തിൽ DYFIയുടെയും BJPയുടെ ഒക്കെ പ്രതിഷേധം അത് സാധാരണഗതിയിൽ എപ്പോഴും പറയുന്നതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ DYFI ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചില്ല എന്ന മറുചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ശ്രീകണ്ഠൻ ഇക്കാര്യങ്ങളെയൊക്കെ നേരിടുന്നത്. പക്ഷേ അത്തരത്തിലല്ല ഇവിടെ കാര്യങ്ങൾ എന്നുള്ളത് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ P. സരിൻ്റെ ഒരു പ്രസ്താവന വരട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം എടുത്തു പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം ഇവിടെ വലിയ തോതിൽ തന്നെ ഇനിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ തീർക്കും. ഒരുപക്ഷെ പാർട്ടിക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണ് നിലവിൽ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇല്ല. ശരി, അതാണ് സാഹചര്യം. എന്തായാലും അനുമോദ്, പാലക്കാട് ഉയരുന്ന പ്രതിഷേധം അത് വലിയ ചിത്രമാണ്. ഡാൻ, കോൺഗ്രസ് പാർട്ടി രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട്. രാഷ്ട്രീയ സംരക്ഷണം അത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്നതിനപ്പുറത്തേക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. അതിന് ചില കാരണങ്ങൾ അവർക്ക് നിരത്താനുണ്ട്. അത് ചില CPM നേതാക്കളൊക്കെ മുൻകാലങ്ങളിൽ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ രാജിവെച്ചില്ലോ എന്നതാണ്.